ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് പലരും നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും, ഫലാഫൽ. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. നമ്മൾ സാധാരണ ഇവിടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളക്കടല കറി വയ്ക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് അത് കഴിച്ചോളും. ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോട്ടീൻ സോഴ്സാണ് ഈ വെള്ളക്കടല. അതുപോലെ തന്നെ വിറ്റമിൻസും മിനറൽസും ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പിൻ്റെ കൂടെ കൊടുത്താൽ അവർ നന്നായി കഴിച്ചോളും. പിന്നെ അവരുടെ സ്നാക്ക് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ മിക്സിയിൽ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ആദ്യം കടല തന്നെ നമ്മളൊന്ന് അടിച്ച് എടുക്കണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങനെ പേസ്റ്റ് പോലെ അറിയൊന്നും വേണ്ട, ഒന്ന് കോഴ്സായിട്ട് അടിച്ചെടുക്കാം. കടല ഒന്ന് അടിച്ചെടുത്തു. ഇതുപോലെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങനെ അരിഞ്ഞിട്ടില്ല, കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കാൻ ചേർക്കണം. ചുവന്നുള്ളിയാണ് കുറച്ചും കൂടി ഹെൽത്തി. അപ്പം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. 3 വെളുത്തുള്ളി. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ 1 പിടിയുണ്ട് മല്ലിയിലയാണ്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷായി കിട്ടണം നമുക്ക്. ഇതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഒരു പ്രാവശ്യം ആ പൾസ് ബട്ടൺ ഒന്ന് അമർത്തിയതിന് ശേഷം ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഞാനൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ അടിച്ചെടുക്കണ്ട, കാരണം നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്ര പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, ഇത്തിരി കളറും കിട്ടും. അപ്പോൾ ഓപ്ഷണലാണ്, നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക്. അപ്പോൾ വേണ്ടവർക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാത്തിലും പറയാറുള്ളത് പോലെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് ചേർക്കണം. എന്നാൽ മാത്രമേ ആ മഞ്ഞൾപ്പൊടിയുടെ എഫക്റ്റ്, മഞ്ഞൾപ്പൊടിയിലുള്ള ഗുണങ്ങൾ നമുക്ക് ശരീരത്തിൽ വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5-6 കുരുമുളക് മുഴുവനോടെ ഉള്ളതാണ് ചേർക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല എൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചേർക്കണേ, ഇല്ലെങ്കിൽ ചേർക്കേണ്ട, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. ഒക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റാം. സാധാരണ ഇതിന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മൈദയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഈ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർക്കാം, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ശരിക്കും ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ട ആ ഒരു ടൈമേ വേണ്ടൂ ശരിക്കും.
അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇത്തിരി മുമ്പിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ മല്ലിയിലയുടെ അളവ് വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു പിടി എടുത്തിരുന്നു മല്ലിയില, അത് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിനും കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പോരായിക തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് ചേർത്തിരുന്നു. അപ്പോൾ കടലമാവ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർക്കുന്നത്, ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 1/4 കപ്പ് ആദ്യം ഞാൻ ചേർത്തിരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടി നോക്കുക, ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്യുമ്പോൾ പൊട്ടി പോവാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ബൈൻഡിങ് കറക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടലമാവ് ചേർക്കേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്തിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് പൊട്ടി പോകുന്നത് കൊണ്ട് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടാണ് അത് അരച്ചത്. അപ്പോൾ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ ചേർത്തു. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഞാനിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ കടായിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, ബോൾസ് ആക്കിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതൊന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാറ്റീസ് പോലെയാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ഒരു 3-4 എണ്ണം വറുത്തെടുക്കാം. ഇത് നമുക്ക് മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാം. ഒരു 3-4 ദിവസം വരെ അത് കേടാവാതെ ഇരുന്നോളും. 2 സൈഡും നന്നായിട്ടൊന്ന് ആയി വരണം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കുട്ടികൾക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്ക്. നമുക്കിത് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് നോക്കാം. കടലൊക്കെ കറി വെച്ചാലും കുട്ടികൾ എത്ര കഴിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ വെറുതെ ഉപ്പിട്ട് കൊടുത്താലും ചിലപ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ സ്നാക്സ് ആക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും, അവർ പെട്ടെന്ന് കഴിച്ചോളും. സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. എണ്ണ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫലാഫൽ വറുത്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു വേർഷനായിരിക്കും ഇഷ്ടാവുക, ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തേക്കാളും ഇത് കുറച്ചും കൂടി ക്രിസ്പി ആവും നന്നായിട്ട്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഇളക്കിയിടാൻ നോക്കരുത്. അപ്പം അത് ആകെ പൊട്ടി പോവും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ആയതിന് ശേഷം ഈ ബബിൾസൊക്കെ ഒരുവിധം അടങ്ങിയതിന് ശേഷം വേണം നമ്മൾ മറച്ചിടാനായിട്ട്. നമുക്കിത് പതുക്കെ ഇനി മാറ്റാം. ഇത്ര ആയാൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ റെഡിയായി. ഞാൻ 2 ടൈപ്പും കാണിച്ചിരുന്നു. കുറച്ച് എണ്ണ ഉപയോഗിച്ച് വറുത്തെടുക്കുന്നതും അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതും. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.